ചേച്ചി, അമേരിക്ക കൊടും കുറ്റവാളികളെ വഴി തള്ളാനായിട്ട് പുതിയൊരു രാജ്യം കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എസ്വാറ്റിനി എന്നാണ് പേര്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യമാണിത്. എന്താണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത? ആ രാജ്യത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. രാജഭരണം നിലനിൽക്കുന്ന അവസാനത്തെ ദക്ഷിണാഫ്രിക്കൻ രാജ്യം കൂടിയാണ് ഈ പറയുന്ന എസ്വാറ്റിനി. ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ നാടുകടത്തൽ എന്ന് പറയുന്ന ഒരു പരമ്പരയുടെ അവിടെ ഇരകളാണ് ആ രാജ്യവും അവിടുത്തെ തിങ്ങി നിറയുന്ന ജയിലുകളും. അമേരിക്ക ഇങ്ങോട്ടേക്കാണ് വഴിതള്ളുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ദക്ഷിണ സുഡാൻ, എസ്വാറ്റിനി തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഈ നാടുകടത്തലുകൾ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഒരു എന്താ പറയാ നേർചിത്രം കൂടിയാണ്. സത്യത്തിൽ ഈ കുറ്റവാളികളെ വഴി തള്ളാനുള്ള ഒരു ഡംപിങ് യാർഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡംപിങ് യാർഡ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഡംപിങ് ഗ്രൗണ്ട് ആണ് ഈ പറയുന്ന എസ്വാറ്റിനി എന്ന് പറയുന്ന രാജ്യം. 2025 ജൂലൈ 16 അന്ന് വിയറ്റ്നാം, ജമൈക്ക, ലാവോസ്, ക്യൂബ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 പേരെയാണ് ആഫ്രിക്കയിലെ ഈ എസ്വാറ്റിനി എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നാടുകടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം രാജ്യങ്ങൾ തിരിച്ചെടുക്കാൻ വിസമ്മതിച്ചിട്ടുള്ള അസാധാരണമായ രീതിയിലുള്ള ക്രൂരന്മാരായിട്ടുള്ള വ്യക്തികളുണ്ടാവും. വളരെ ക്രൂരന്മാരായിട്ടുള്ള വ്യക്തികളെയാണ് എന്നാണ് ഈ നാട് തള്ളിയവരെ മുഴുവനും അമേരിക്ക വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ ബലാത്സംഗം ചെയ്തവർ അതിലുണ്ട്, കൊലപാതകികളുണ്ട്, കൊള്ളക്കാരുണ്ട്, കൊലയാളികളുണ്ട് എന്നൊക്കെ അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എസ്വാറ്റിനി പോലുള്ള ചെറിയ രാജ്യങ്ങൾ അമേരിക്കൻ സർക്കാരുമായി ചേർന്ന് ഇത്തരം നാടുകടത്തൽ കരാറുകളിൽ ഏർപ്പെടാറുണ്ട് എന്നുള്ളതാണ് അതിലേറെ വിചിത്രമായിട്ടുള്ള കാര്യം. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കയുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുത്താനും ട്രംപിന്റെ ഗുഡ് ബുക്കിലൊക്കെ കയറി പറ്റാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ ഡാനിയൽ അക്കെച്ച് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ പോലും ഈ രാജ്യത്തിന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ രാജ്യത്തെ രാജാവിന്, അവസാനത്തെ രാജഭരണം നിലനിൽക്കുന്ന രാജ്യമാണല്ലോ, ഇത് ഭരിക്കുന്ന രാജാവിന് 11 ഭാര്യമാരുണ്ട്. 11 ഭാര്യമാർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യ രാജ്യം എന്നുള്ള പേരൊക്കെ അതിനുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വെറുതെ പേരിന് മാത്രമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യാതൊരു തരത്തിലുമുള്ള അധികാരമൊന്നും അവിടെ ഉണ്ടാ. എല്ലാം രാജാവ് പറയും, ഇവരെല്ലാം പ്രാൻ മൂളും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ജനാധിപത്യമില്ലാതെ എന്ത് തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാവുന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. 59 അംഗങ്ങളാണ് ഈ എസ്വാറ്റിനി പാർലമെന്റിലുള്ളത്. ഇതിൽ 10 എണ്ണത്തിലെ മത്സരാർത്ഥികളെ രാജാവ് തന്നെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത് എന്നതാണ്. ബാക്കി 49 എണ്ണങ്ങളിൽ അവിടെയുള്ള ഗ്രാമമുഖ്യന്മാരൊക്കെ നിശ്ചയിക്കുന്നവരായിരിക്കും. ഈ ഗ്രാമമുഖ്യന്മാരാണെങ്കിൽ രാജാവിന്റെ സിൽബന്ദികളുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ രാജഭരണം തന്നെ നിലനിൽക്കുമല്ലോ. 1973 മുതൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇതിനൊക്കെ കുറെ കാലമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അമേരിക്കയുടെ ഒരു പിന്തുണ കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. 86 മുതൽ, അതായത് 1986 മുതൽ സ്വാറ്റി മൂന്നാമനായിരുന്നു എസ്വാറ്റിനി എന്ന് പറയുന്ന രാജ്യം ഭരിച്ചത്. മൂപ്പർക്ക് 18 വയസ്സ് പൂർത്തിയായപ്പോൾ മൂപ്പര് പിതാവിൽ നിന്ന് രാജഭരണം ഇങ്ങോട്ട് ഏറ്റെടുത്തു. സബൂസ രണ്ടാമനാണ് സ്വാറ്റി മൂന്നാമന് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ പാർട്ടികളെയും അടിച്ചമർത്തി ഭരിച്ചു എന്നതുകൊണ്ട് തന്നെ വലിയ വിമർശനമൊക്കെ ഈ സ്വാറ്റി എന്ന് പറയുന്ന രാജാവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 11 രാജ്ഞിമാരുണ്ട്. $200 മില്യൺ 500 മില്യൺ ഇടയ്ക്കാണ് ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ സാധാരണക്കാരെ എന്ന് പറയാൻ അതിദരിദ്രരായിട്ടുള്ള ജനവിഭാഗമാണ് ഈ രാജ്യത്ത് ഉള്ളത്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് 1.2 മില്യൺ ജനങ്ങളാണ് ദരിദ്രരായിട്ടുള്ളത് എന്നുള്ളത്. അത് വളരെ വലിയൊരു കണക്കാണ്. ദരിദ്രരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ വളരെ വലിയൊരു കണക്കാണ്. 1973 ഇസ്വാറ്റിനിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സബൂസ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ് നിരോധനം ഏർപ്പെടുത്തിയത്. ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ പേരിനുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല. അപ്പോൾ കാരണം ഈ പറയുന്ന ജനാധിപത്യ നിലപാടുകളെയൊക്കെ പൂർണ്ണമായി അടിച്ചമർത്തി സ്വന്തം ഇഷ്ടപ്രകാരം ഭരിക്കുന്ന ഒരു സ്വാർത്ഥനായ ഭരണാധികാരിയാണ് അവിടെ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത് രാജ്യങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ HIV ബാധിതരുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈ എസ്വാറ്റിനി എന്ന് പറയുന്ന രാജ്യം.
ഈ UN എയ്ഡ്സ് ഏജൻസിയുടെ കണക്ക് പ്രകാരം 26% മുതിർന്നവർ HIV രോഗികളായിട്ട് നാട്ടിലുണ്ട്. ഈ HIV ബാധിതരുടെ ഇടയിലേക്കാണ് ഈ കൊടും കുറ്റവാളികളെ നാടുകടത്തുന്നത്. അപ്പോൾ ഇതിനെ നേരിടുന്നതിൽ രാജ്യം കാര്യമായിട്ടുള്ള പുരോഗതിയൊക്കെ കൈവരിച്ചു എന്ന് പറയുമ്പോഴും US സഹായം ഉൾപ്പെടെയുള്ള വിദേശ സഹായങ്ങളെയാണ് ഇവർ ഇപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാം, ജമൈക്ക, ലാവോസ്, ക്യൂബ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 പേരെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ US കഴിഞ്ഞ ദിവസം ഈ ഇസ്വാറ്റിനിയിലേക്ക് നാടുകടത്തി. ഇതോടുകൂടിയാണ് ഇസ്വാറ്റിനി ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ സ്വന്തം രാജ്യം അവരെ സ്വീകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെയാണ് ഇവരെ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തിയത് എന്നാണ് വിശദീകരണമൊക്കെ വരുന്നത്. ഈ മാസം ആദ്യം 100 കണക്കിന് വെനസ്വേലക്കാരെയും മറ്റും കോസ്റ്റാറിക്ക, എൽ സൽവദോർ, പനാമ എന്നിവിടങ്ങളിലേക്കും ട്രംപ് ഭരണകൂടം നാടുകടത്തിയിട്ടുണ്ടായിരുന്നു. ഈ നാടുകടത്തൽ മുഴുവൻ നടത്തിയിട്ടാണ് നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട് ട്രംപ് നടന്നുകൊണ്ടിരിക്കുന്നത്. നൊബേൽ പ്രൈസ് എനിക്ക് വേണമെന്നാണ് പറയുന്നത്. മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ട്രംപ് പറയും, അയ്യോ അതൊന്നും ശരിയാവില്ല മച്ചാനെ, അതൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയും. പക്ഷേ സ്വന്തം നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ നാടുകടത്തുന്നതാണ്. വെറും നാടുകടത്തലല്ല, ഏറ്റവും അധികം HIV ബാധിതരുള്ള നാടിലേക്കാണ് ഇത് നാടുകടത്തുന്നത് എന്നുള്ളതാണ്. ഈ ട്രംപ് അധികാരമേറ്റ ശേഷം ഏറ്റവും അധികം മറ്റു രാജ്യങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്നത്. പ്രധാന ആയുധമാണ് ഈ പറയുന്ന ഭീഷണി. ഇത് നാടുകടത്തുന്ന ആളുകളെ സ്വീകരിക്കാൻ ഇസ്വാറ്റിനിയെ കൂടി പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇസ്വാറ്റിനിയുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയും, കരിമ്പ് കൃഷിയും പഞ്ചസാര ഉൽപാദനവുമാണ്. കൃഷിയും ഇതൊക്കെ ഇവരുടെ പ്രധാന കയറ്റുമതി കൂടിയാണ്. ഇതിന്റെ പ്രധാന കയറ്റുമതി എന്ന് പറയുന്നതും അമേരിക്കയിലേക്ക് തന്നെയാണ്. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു വരുമാനം കൂടി നിലച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കൂടി അവർ ഇത്തരത്തിൽ നാട് കടത്തുന്ന ഈ ഒരു ഡംപിംഗ് ഗ്രൗണ്ട് ആക്കി മാറ്റുന്ന വ്യവസ്ഥയെ ട്രംപ് വീണ്ടും കൂടുതൽ കൂടുതൽ രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വീണ്ടും അവിടേക്ക് നാട് കടത്തുമ്പോൾ അവർ മിണ്ടാതിരിക്കുന്നതിന് ഒരു കാരണം അത് തന്നെയായിരിക്കാം. ഈ അടുത്ത് തന്നെ മറ്റൊരു മൂന്നാം രാജ്യത്തേക്ക് കുറ്റവാളികളെയും അനധികൃത കുടിയേറ്റക്കാരെയും നാട് കടത്താനായിട്ട് US സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. ഇതിനു മുമ്പ് US മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ദക്ഷിണ സുഡാനിലേക്ക് 8 പുരുഷന്മാരെ നാടുകടത്തിയിരുന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം ഈ 8 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ദക്ഷിണ സുഡാൻ സർക്കാർ വെളിപ്പെടുത്തിയിട്ടുമില്ല. ട്രംപ് ഭരണകൂടം മൂന്നാം കക്ഷി നാടുകടത്തൽ കരാറുകൾ പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ രഹസ്യമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ വരികയുണ്ട്. ഈ അമേരിക്കയും തായ്വാനെ പോലെ അമേരിക്കയുടെ ശിങ്കടികളായിട്ടുള്ള ചില രാജ്യങ്ങളും മാത്രമാണ് ഈ ഇസ്വാറ്റിനിയിലെ രാജവാഴ്ചയ്ക്ക് കുട പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പണം നൽകി വാങ്ങി എത്തിച്ചിട്ടുള്ള തായ്വാൻ നിർമ്മിച്ചിട്ടുള്ള ഹെലികോപ്റ്ററുകളാണ് പ്രതിഷേധങ്ങൾക്ക് നേരെ വെടിവെക്കുന്നതിനായിട്ട് ഇസ്വാറ്റിനിയിലെ ഈ രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക പണം നൽകി വാങ്ങിച്ചിട്ടുള്ള ഈ ഹെലികോപ്റ്ററുകൾ വെച്ചിട്ട് അവിടുത്തെ ഇസ്വാറ്റിനിയിലെ രാജാവ് പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെടിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. ബോട്സ്വാനയിലെ ഇന്റർനാഷണൽ ലോ അക്കാദമിയിൽ പ്രതിവർഷം നിരവധി ഇസ്വാറ്റിനി പോലീസ് ഓഫീസർമാർക്ക് അമേരിക്കയുടെ ചെലവിൽ പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ അമേരിക്കൻ സൈന്യം നേരിട്ടും സുരക്ഷാ പരിശീലനം നൽകുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണയോടെ ലോകബാങ്കും ഒപ്പം തായ്വാൻ സർക്കാരും ഇസ്വാറ്റിനി ഭരണകൂടത്തിന് ഉദാരമായിട്ടുള്ള വായ്പകൾ നൽകുകയും ചെയ്യുന്നുണ്ട്.